ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അങ്ങനെ നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിൽ സുഭാഷും സുധീഷും കൂടെ നടന്നു വരുന്ന സമയത്താണ് സുനന്ദേൻ്റെ വീട്ടിൽ നാളത്തെ പരിപാടിയുടെ ഒരുക്കങ്ങൾ കാണുന്നത് കേട്ടോ. അതായത് സുനന്ദേൻ്റെ എൻഗേജ്മെൻ്റ് ആണല്ലോ. അങ്ങനെ അവരവിടെ നോക്കി നിൽക്കുന്ന സമയത്താണ് സുനന്ദ ജനലിൽ കൂടെ നോക്കുന്നത് കാണുന്നത്. അവളാണെങ്കിൽ ഭയങ്കര സങ്കടത്തോടെ കരഞ്ഞുകൊണ്ടാണ് കേട്ടോ നോക്കുന്നത്. അവളെ കണ്ടപ്പോൾ സുഭാഷ് ഏട്ടൻ ഒന്ന് പതറുന്നുണ്ട്. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടാ സുനന്ദ സുനന്ദ. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോവാണ് കേട്ടോ. അപ്പം അവൻ ചോദിക്കുന്നുണ്ട്, സുഭാഷിനോട് ചോദിക്കുന്നുണ്ട്, സുഭാഷ് ഏട്ടന് ഒരു വിഷമവും ഇല്ലേ? അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, ഞാനതിനെ വിഷമിക്കുന്നത് വിഷമമൊന്നുമില്ലടാ. അത് കേട്ടപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, വിഷമം മാറാൻ എൻ്റെ കയ്യിലൊരു മരുന്നുണ്ട്, നമുക്ക് രണ്ടെണ്ണം അടിച്ചാലോ, അങ്ങനെയാണെങ്കിൽ വിഷമേ വരില്ല. അത് കേട്ടപ്പോൾ സുഭാഷ് അവനെ ചീത്ത പറയുന്നുണ്ട് കേട്ടോ. നീ എന്താ പറഞ്ഞത്? അപ്പം നീ കള്ളു കുടിക്കാറുണ്ടല്ലേ, ഇനി മേലാൽ നീ കുടിക്കുന്ന ഞാൻ കാണട്ടെ. അപ്പോൾ അവൻ പറയുന്നുണ്ട്, അയ്യോ ഏട്ടാ, ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ കൂടുമ്പോൾ എപ്പോഴെങ്കിലും മാത്രം, എപ്പോഴും എങ്ങനെയാണെങ്കിലും വേണ്ട. ഇനി നീ കുടിച്ചെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, വീട്ടിൽ കൊണ്ടുപോയിട്ട് കൈയും കാലും ഞാൻ തല്ലി ഒടിക്കും. അത് കേട്ടപ്പോൾ സുധീഷ് ഒന്ന് പമ്മുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അവരവിടെ നിന്ന് നടന്നു പോരുകയാണ്. പിന്നീട് കാണിക്കുന്നത് സുഭാഷ് ഏട്ടൻ കിച്ചണിൽ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നതാണ് കേട്ടോ. സുഭാഷ് ആലോചിക്കുന്നത് സുനന്ദേൻ്റെ കാര്യങ്ങളാണ്. അവൾ കരഞ്ഞതും അവർ ഒരുമിച്ച് റോഡ് സൈഡിൽ നിന്ന് കണ്ടപ്പോൾ അവൾ തിരിഞ്ഞു നോക്കി സങ്കടത്തോടെ പോകുന്നതും എല്ലാം സുഭാഷ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളുടെ എൻഗേജ്മെൻ്റ് ആണല്ലോ നാളെ, അപ്പോൾ അത് സുഭാഷിന് സഹിക്കാൻ പറ്റുന്നില്ല. പക്ഷെ പുറത്തോട്ട് കാണിക്കുന്നുമില്ല. തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ഉപ്പേരി കരിയുന്നുണ്ട് കേട്ടോ. അതൊന്നും സുഭാഷ് ഏട്ടൻ ശ്രദ്ധിക്കുന്നില്ല. കാരണം സുഭാഷ് ഏട്ടൻ്റെ മൈൻഡ് മൊത്തം സുനന്ദേൻ്റെ അടുത്താണ്. ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ. അപ്പം ഹാളിൽ സുധീഷും നികേഷും അരീഷൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് സ്മെല്ല് ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ നിധി റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, എന്തോ കരിഞ്ഞ് മണക്കുന്നില്ലേ? അപ്പം സുധീഷ് ഒരു ചളി അടിക്കുന്നുണ്ട്. അത് അരീഷിന് വിശന്നപ്പോൾ വയറ് കരിഞ്ഞ് മണമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കോമഡിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ നിധി പറയുന്നത്, അല്ല കിച്ചണിൽ തന്നെയാണ്, ഞാൻ ഒന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൾ പോയി നോക്കുകയാണ്. അപ്പോൾ സുഭാഷ് ഏട്ടൻ എന്തോ ഓർത്തിരിക്കുന്ന അവൾ കാണുന്നത്. അങ്ങനെ അവൾ പാന് നോക്കുമ്പോൾ അതിൽ ഉപ്പേരി കരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, അയ്യോ സുഭാഷ് ഏട്ടൻ ഉപ്പേരി കരിഞ്ഞല്ലോ. അതിൽ സുഭാഷ് ഏട്ടന് ആകെ ചടച്ചിട്ട് പറയുന്നുണ്ട്, അയ്യോ ഞാൻ കണ്ടില്ല മോളെ, പെട്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പോഴേക്കും എല്ലാവരും അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ല, പക്ഷെ കരിഞ്ഞൊരു ചോയാന്ന് സുധീഷ് പറയുന്നുണ്ട്. അപ്പോൾ നികേഷ് പറയുന്നുണ്ട്, കറി എവിടെ ഏട്ടാ, കറി നോക്കട്ടെ. എന്നിട്ട് അവൻ കറി ഒന്ന് ടേസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വേഗം പോയിട്ട് ഛർദ്ദിക്കുന്ന മാതിരി പോയി തുപ്പുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഓ എന്തൊരു ഉപ്പേട്ടാ, ഉപ്പിലേട്ടൻ കറി ഒഴിച്ചതാണോ? അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, അയ്യോ ഞാൻ ശ്രദ്ധിച്ചില്ല, പെട്ടെന്ന് ഉപ്പിട്ടപ്പോൾ മറന്നുപോയി എന്ന്. അതിലിവരെല്ലാവരും സുഭാഷ് ഏട്ടൻ്റെ മാറ്റങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണ് കേട്ടോ. അപ്പോൾ തന്നെ അവൻ ചോദിക്കുന്നുണ്ട്, സുഭാഷ് ഏട്ടാ ചോറ് എവിടെ? അപ്പോൾ ചോറ് നോക്കിയപ്പോൾ പറയുന്നുണ്ട്, ഇത് പായസം പോലെ ആയല്ലോ, ഏട്ടന് എന്താ പറ്റിയേ? അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, എന്തോ ഇന്നൊരു ശ്രദ്ധ കിട്ടുന്നില്ല, അപ്പോൾ ആകെ പാളിപ്പോയി, ഞാൻ വേണമെങ്കിൽ വേറെ ഉണ്ടാക്കാം. അപ്പോൾ അത് കേട്ടപ്പോൾ നിധിയൊക്കെ പറയുന്നുണ്ട്, വേണ്ട വേണ്ട ഞങ്ങളിത് കഴിച്ചോളാം. അപ്പോൾ നികേഷ് പറയുന്നുണ്ട്, വേണ്ട ഞാൻ ഹോട്ടലിൽ പോയിട്ട് മേടിച്ചുകൊണ്ടിരാം എന്തെങ്കിലും എന്നൊക്കെ പറയാണ് കേട്ടോ. സുഭാഷ് ഏട്ടൻ്റെ ഈ മാറ്റം കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി സുനന്ദേനെ ഓർത്തിട്ടുള്ള വിഷമാണെന്ന്. അങ്ങനെ സുധീഷ് സുഭാഷ് ഏട്ടനെ വിളിച്ച് കൊണ്ടുപോവാണ് കേട്ടോ. പുറത്തേക്ക് ഒന്ന് വാ ഏട്ടൻ, ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ കൊണ്ടുപോവാണ്. അപ്പം അവർ പോയപ്പോൾ നികേഷ് പറയുന്നുണ്ട്, നാളത്തെ എൻഗേജ്മെൻറ്റ് കാര്യം ആലോചിച്ചിട്ടായിരിക്കും സുഭാഷ് ഏട്ടന് വിഷമെന്ന്. അങ്ങനെ അവരൊക്കെ നെടുവീർപ്പിടാണ് കേട്ടോ. അവർക്ക് എല്ലാവർക്കും സങ്കടമാവുന്നുണ്ട്. സുധീഷ് ആണെങ്കിൽ നേരെ പുറത്തേക്കാണ് കൊണ്ടുപോയത്. എന്നിട്ട് ഈ കള്ളു കുടിക്കുന്ന കാര്യം പറയുകയാണ്. പക്ഷേ സുഭാഷ് ഏട്ടൻ തീരെ സമ്മതിക്കുന്നില്ല. അവനെ ചീത്ത പറയണം, ഏട്ടാ നീ ഒന്ന് പോയാവൊന്നും പറ്റൂല, അതൊന്നും ഒരിക്കലും നടക്കുന്ന കാര്യമില്ല, നീ വേറെ വല്ല കാര്യം പറയാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ നിർബന്ധിച്ചിട്ട് സുഭാഷ് ഏട്ടനെ കള്ളു കുടിപ്പിക്കുകയാണ് കേട്ടോ. കുടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അച്ചാറൊക്കെ സുധീഷ് വായിലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ സുഭാഷ് പറഞ്ഞിട്ട് എന്തോ ഒരു വെള്ളം പോലെ. അപ്പോൾ അവൻ പറഞ്ഞിട്ട്, അതേട്ടാ വെള്ളം പോലെയാണ്, പക്ഷെ നമ്മളൊന്നും അറിയില്ല, നമുക്ക് കുടിക്കുമ്പോൾ വലിയ പ്രശ്നമില്ല, പക്ഷേ ഇത് അകത്ത് ചെന്നാലുണ്ടല്ലോ ഏട്ടൻ്റെ എല്ലാ വിഷമം മാറും എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു ഗ്ലാസ് കൊടുക്കുകയാണ്. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, ശരിയാടാ ഞാൻ ഇവിടെ വന്ന് കയറുമ്പോൾ എനിക്ക് ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ഇപ്പം എൻ്റെ മനസ്സ് ഓക്കെ ആയ മാതിരി. അത് കേട്ടപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, അതല്ലേ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് പിന്നെയും കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സുഭാഷ് പറയാണ്, പിന്നെ മൈൻഡൊക്കെ മാറി തുടങ്ങി, കള്ള് കുടിച്ചതിൻ്റെ ഇതൊക്കെ വരാൻ തുടങ്ങി. എന്നിട്ട് പറയുന്നുണ്ട്, എടാ എൻ്റെ മനസ്സിൽ ഒരുപാട് സങ്കടം ഉണ്ടടാ, ഒരുപാട് വിഷമമുണ്ട്, ഞാൻ ഇന്ന് വരെ ആരോടും പറഞ്ഞിട്ടില്ല. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, ഏട്ടൻ എന്നോട് പറഞ്ഞൂടെ, ഞാൻ കേൾക്കാൻ റെഡിയാണ്, ഏട്ടൻ പറ. അങ്ങനെ സുധീഷ് പറയുമ്പോൾ സുഭാഷ് പറയാണ്, എടാ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എനിക്കൊരു കുട്ടീനെ ഇഷ്ടമായിരുന്നു. അത് കേട്ടപ്പോൾ സുധീഷിന് ത്രില്ലാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ സുധീഷ് വീണ്ടും ഒരു പെഗും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, പക്ഷെ ആ കുട്ടി പോയടാ, ഞാൻ ഇഷ്ടമൊന്നും പറഞ്ഞില്ല, അതിന് മുന്നേ ആ കുട്ടിയുടെ അച്ഛനെ സ്ഥലം മാറ്റം കിട്ടിയപ്പോൾ അവരവിടെ നിന്ന് പോയി. അപ്പോൾ സുധീഷ് അശ്വ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സുഭാഷ് വീണ്ടും പറയാണ്, അത് കഴിഞ്ഞ് ഞാൻ വർക്കിന് പോയ സമയത്ത് അവിടുത്തെ ഒരു കുട്ടിക്ക് എന്നെ ഇഷ്ടമുണ്ടായിരുന്നു, ഞാൻ വർക്ക് ചെയ്യുന്ന വീട്ടിലത്തെ, പക്ഷേ ആ കുട്ടിയോട് എനിക്കൊന്നും പറയാൻ പറ്റിയില്ലടാ, അവളും പോയി. അന്ന് എനിക്ക് 22 വയസ്സാണ്. പിന്നെ ഞാൻ അവളെ കുറച്ച് കാലം കഴിഞ്ഞ് കാണുമ്പോൾ അവളുടെ കൂടെ ഭർത്താവ് ഉണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ സുധീഷ് ചിരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, പിന്നെയോ? അപ്പോൾ സുഭാഷ് പറയാണ്, പിന്നെ എൻ്റെ ലൈഫിൽ അങ്ങനെ ആരും വന്നിട്ടില്ല, പിന്നെ വന്നത് സുനന്ദയാണ്. സുനന്ദയ്ക്ക് എന്നെ ഇഷ്ടമാണെന്ന് എനിക്ക് ആദ്യം അറിയാം, അവളെ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. അവളെ മനസ്സിൽ വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾ കാണിച്ചിരുന്ന പെണ്ണുങ്ങളെയൊക്കെ കാണാനൊക്കെ വന്നത്. എന്തായാലും നടക്കില്ലെന്ന് എനിക്കറിയാം. നിനക്കറിയോ, നിങ്ങളെ കല്യാണത്തിൻ്റെ അന്ന് റിസപ്ഷൻ നടത്തിയ അന്നാണ് ആദ്യമായിട്ട് സുനന്ദ എന്നോട് ഇഷ്ടമെന്ന് പറഞ്ഞത്. പക്ഷേ അതിന് മുന്നേ തന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അവൾക്ക് എന്നോടുള്ള ഇഷ്ടം. കാരണം നിങ്ങൾ കാണിച്ചെന്ന പെൺകുട്ടികളെ കാണാൻ പോകുമ്പോഴൊക്കെ, അതും ഓരോ കാരണങ്ങൾ കൊണ്ട് ആ കല്യാണം മുടങ്ങുമ്പോഴൊക്കെ സുനന്ദേൻ്റെ കണ്ണിലെ സന്തോഷം ഞാൻ കാണാറുണ്ട്. കൂടെ തന്നെ കല്യാണം
അതായത് പെണ്ണ് കാണാൻ പോകുമ്പോൾ അവളുടെ കണ്ണിൽ നീര് പൊടിയുന്നതും ഞാൻ കാണാറുണ്ടടാ എന്നൊക്കെ പറയാൻ കേട്ടോ. എടാ അന്ന് അവൾ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞില്ല, അതിനുശേഷം അവൾ എൻ്റെ മനസ്സിലുണ്ടടാ. എനിക്ക് അവൾ വരാതിരിക്കുമ്പോഴൊക്കെ ഭയങ്കര ഭാരം പോലെയാണ്. പക്ഷെ ഇതൊക്കെ കേൾക്കുമ്പോൾ സുധീഷിന് നല്ല വിഷമം വന്നിട്ട് കേട്ടോ. അവൻ്റെ മുഖത്തെ ഭാവമൊക്കെ മാറുന്നുണ്ട്. കാരണം തൻ്റെ ഏട്ടൻ അവൻ ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ. അതുമല്ല ഉള്ളിലെ ഇഷ്ടം മറച്ചു വെച്ചിട്ടാണല്ലോ ഏട്ടൻ ഇത്രയും കാലം പുറത്ത് ചിരിച്ച് കളിച്ച് നടക്കുന്നതെന്നൊക്കെ ഓർക്കുമ്പോൾ അവന് നല്ല വിഷമമാവുന്നുണ്ട് കേട്ടോ. എടാ അവളുടെ അച്ഛൻ ഒറ്റൊരുത്തനാടാ ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം, എനിക്ക് അവളെ ഇഷ്ടമാണെടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇമോഷണലായിട്ട് സുഭാഷ് കണ്ണൊക്കെ തുടയ്ക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ പറയാണ്, എടാ എനിക്കെന്താടാ കുഴപ്പം, അവളെ കെട്ടണം പോകുന്നവൻ എന്താണ് അത്ര മഹത്വം, ആരടാ എനിക്ക് കെട്ടിച്ചേരാത്തത് അവളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് റോങ് ആയിട്ട് സംസാരിക്കുക. നല്ല കോമഡി ആയിട്ടുണ്ട് കേട്ടോ രംഗം. സുധീഷാണെങ്കിൽ വിചാരിക്കുക ഈശ്വര പച്ചവെള്ളമൊക്കെ ഫലിച്ച് തുടങ്ങിയല്ലോ, എന്നിട്ട് കുപ്പിയിലേക്ക് ഒരു നോട്ടം നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സുധീഷിനെ പിടിച്ചിട്ട് പറയുന്നുണ്ട്, എനിക്കെന്താടാ കുഴപ്പം, അവളുടെ അച്ഛനാടാ പ്രശ്നം, എനിക്ക് കെട്ടിച്ചെന്നാൽ എന്താടാ കുഴപ്പം, ഞാൻ അവളെ നോക്കില്ല, ഈ വീടിന് എന്താടാ ഒരു കുഴപ്പം, ആരാ പറഞ്ഞത് ഞാൻ അവളെ നോക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് സുധീഷിനോട് ഇങ്ങനെ ഓരോന്ന് പറയാണ് കേട്ടോ. ഇവരുടെ ഈ ബഹളം കേട്ടിട്ട് അകത്തുനിന്ന് നികേഷും അരീഷും നിധി ഇത് എന്താ ഇപ്പോൾ സംഭവം എന്നുള്ള രീതിക്ക് ഇറങ്ങി വരികയാണ് കേട്ടോ. അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് അവരെ കാണുന്നത്. അപ്പോൾ നിധി പെട്ടെന്ന് വിചാരിച്ചത് ഇനിയിപ്പോൾ സുധീഷ് എന്തെങ്കിലും സുഭാഷിനോട് പറഞ്ഞോ എന്നാണ്. അവർ വരുമ്പോൾ സുഭാഷ് കരയാണ് കേട്ടോ. ഇമോഷണലായിട്ട് സുധീഷിനെ പിടിച്ച് കരയുന്ന രംഗമാണ് അവർ കാണുന്നത്. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട് എന്താ പ്രശ്നം. സുധീഷിന് ചെറിയൊരു പേടിയുണ്ട് കേട്ടോ. കാരണം സുധീഷല്ലേ കുടിപ്പിച്ചത്. അപ്പോൾ ഇനി നിധി അതിനെന്തെങ്കിലും പറയുമെന്നുള്ള പേടിയുണ്ട് കേട്ടോ. ആ വൃത്തികെട്ടവരുടെ വൈരാഗ്യം കൊണ്ട് ഇപ്പോൾ ആ പാവത്തിന് ഇഷ്ടപ്പെടാത്തൊരു കല്യാണം കഴിക്കേണ്ട അവസ്ഥയെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കരയാ സുഭാഷ് ചേട്ടൻ കേട്ടോ. ഇതൊക്കെ കണ്ട് അന്താളിച്ച് നിൽക്കുകയാണ് നിധിയും അരീഷും നികേഷും. നിധിനെ കണ്ടപ്പോൾ തന്നെ സുഭാഷ് പറയുന്നുണ്ട്, ആ മോളെ നീ നിധി തന്നെയാണ് മോളെ, നിന്റെ പേരിന് നീ ഇവിടെ വന്നപ്പോഴാണ് അർത്ഥം തന്നെ ഉണ്ടായത്. അത് ഞങ്ങൾ ഈ ജന്മം ചെയ്ത പുണ്യം കൊണ്ടല്ല, കഴിഞ്ഞ ജന്മം ചെയ്ത പുണ്യം കൊണ്ട്. അതുകൊണ്ട് മോളെ നീ പോയി റെസ്റ്റ് എടുക്കുന്നൊക്കെ പറയുമ്പോൾ തന്നെ അവർക്ക് പന്തികേട് തോന്നുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, മോളെ നിധി ഇത് കണ്ടോ സുധീഷ് നല്ല പയ്യനവെന്നൊക്കെ പറഞ്ഞിട്ട് സുധീഷിനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കണ്ടിട്ട് അരീഷിനും നികേഷിനും ദേഷ്യമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അരീഷ് പറയുന്നുണ്ട്, ഇയാൾ ഏട്ടനെ കുടിപ്പിച്ചല്ലേ, ഇയാൾ മദ്യം കുടിപ്പിച്ചല്ലേ, എന്തിനങ്ങനെ ചെയ്തത്. അപ്പം സുഭാഷ് പറയുന്നുണ്ട്, എടാ ചീത്ത പറയില്ലേ, വെറുതെ സുധീഷിനെ ചീത്ത പറയില്ല, ഞാൻ പറഞ്ഞിട്ടാണ് അവൻ എനിക്ക് തന്നത്, വെറുതെ ചീത്ത പറയില്ലേ, വെറുതെ പ്രശ്നം ഉണ്ടാക്കില്ലെന്നൊക്കെ ഇങ്ങനെ ആടിക്കുഴഞ്ഞ് പറഞ്ഞിട്ട് സുധീഷ് അങ്ങോട്ട് കൊണ്ടുപോകാണ് കേട്ടോ. അപ്പോഴൊക്കെ അരീഷിന് നല്ല ദേഷ്യം വരുന്നുണ്ട്, നിധിക്കൊക്കെ ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ ആ തെറ്റിദ്ധാരണ തിരുത്താനായിട്ട് സുധീഷ് അവരുടെ അടുത്തേക്ക് വരുമ്പോൾ സുഭാഷ് ചേട്ടൻ അവിടെ ബെഞ്ചിലിരുന്നിട്ട് വീണ്ടും കുഴഞ്ഞാടിയിട്ട് ഓരോന്ന് പറയാട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, എടാ പ്രശ്നമൊന്നും ഉണ്ടാക്കല്ല ഏട്ടാ എന്നൊക്കെ പറയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഇല്ല ഏട്ടാ പ്രശ്നം ഉണ്ടാക്കുന്നില്ല എന്ന്. അങ്ങനെ അവൻ അവരുടെ അടുത്തേക്ക് വന്നിട്ട് 2 കുപ്പി തുറക്കാട്ടില്ല, ഒരു കുപ്പി അവരെ മണപ്പിക്കുന്നുണ്ട് അരീഷിനും നികേഷിനും. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് വെള്ളമാണെടാ സത്യം. അങ്ങനെ അവർ മണത്ത് നോക്കുമ്പോൾ അത് വെള്ളം, മറ്റേത് കാണിച്ചത് വൈറ്റ് റമ്മാന്നും പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ സുഭാഷ് ചേട്ടനെ പറ്റിച്ചതാണ്, അല്ലാണ്ട് ഞാൻ മദ്യം കൊടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ അവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെയാണ് അവർക്ക് വിശ്വാസമായത്. അങ്ങനെ പിന്നെ അവർക്ക് ചിരിയായി. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഇത് സുഭാഷ് ചേട്ടൻ്റെ മനസ്സാണ് ഇങ്ങനെ ചെയ്യുന്നത്, ഞാൻ സുഭാഷ് ചേട്ടന് മദ്യം കൊടുത്തിട്ടുണ്ട് എന്നുള്ളൊരു ധാരണയിലാണ് സുഭാഷ് ചേട്ടൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത്, അത് മൈൻഡിൻ്റെ ഒരു ഇതാണെന്ന്. അപ്പോൾ നിധി പറയുന്നുണ്ട്, അത് കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ചിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് സുഭാഷ് ചേട്ടൻ വീണ്ടും വന്നിട്ട് ആടിക്കുഴഞ്ഞ് നിധിനോട് പറയുന്നുണ്ട്, മോളെ നീ അകത്ത് പോയി കിടക്കാൻ നോക്കിട്ടോ എന്നൊക്കെ പറയാണ് കേട്ടോ. എന്നിട്ട് അനിയന്മാർ രണ്ടുപേരും കൂടെ അകത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ സുധീഷ് ഈ കാഴ്ച കണ്ടിട്ട് ഇങ്ങനെ ചിരിക്കാൻ. എന്നിട്ട് നിധിനോട് പറയുന്നുണ്ട്, ഇന്നെങ്കിലും സുഖമായിട്ട് കിടന്നുറങ്ങട്ടെ, നീ ഏറ്റ് ചെയ്തതാണ് പാവം എൻ്റെ ഏട്ടനൊക്കെ അവൻ പറയാണ് കേട്ടോ. അപ്പം നിധി ആ കാഴ്ച കണ്ടിട്ടും പിന്നെ സുധീഷ് അങ്ങനെ ഒരു കാര്യം ചെയ്തപ്പോൾ അവൾക്ക് സന്തോഷം ആവുന്നുണ്ട്. അങ്ങനെ അവൾ മനസ്സറിഞ്ഞ് ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത ഭാഗത്തിൽ എന്താ നമുക്ക് കാണാം. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കണ്ട. ഓക്കെ ബൈ, താങ്ക് യു.